അവർ അതിനെ കാണുന്നത് പെട്ടെന്നൊരു പാർട്ടിയായി മാറിയാൽ അതിനെ ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിന് അത്യാവശ്യമാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാതെ എന്നാൽ രാഷ്ട്രീയ രംഗത്തെ ആരോഗ്യപരമായി വീക്ഷിക്കുന്ന ഒരു പൊതുമണ്ഡലം, ആ പൊതു കോൺഷ്യസ്നസ് അത് ഇന്ത്യയിൽ ഇനി ശക്തമാകേണ്ടിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി അതിനെ രാഷ്ട്രീയ പാർട്ടി ആക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അകത്തുണ്ടാകുന്ന അഴിമതിയും മറ്റു കുഴപ്പങ്ങളും, ഏകാധിപത്യ സ്വഭാവവും നേതൃത്വത്തിൻ്റെ ശൂന്യതയും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ കടന്നുകൂടുകയും ആദർശത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഐഡിയോളജി കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത പ്രധാന മേഖല പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോവർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ ക്ലാസ് ഉണ്ട്. ഇന്ത്യ പ്രത്യേകിച്ച് ഇത്രയും ശക്തമായി ഉയർന്നു വരുമ്പോൾ, ഡൽഹിയിലെ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിൻ്റെ ശക്തിയുമൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ആ മിഡിൽ ക്ലാസ്സിനെയും വിശ്വാസത്തിലെടുക്കണം, ലോവർ ക്ലാസ്സിനെയും വിശ്വാസത്തിലെടുക്കണം, മൈനോറിറ്റീസിനെയും വിശ്വാസത്തിലെടുക്കണം, മെജോറിറ്റിയും വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി ഇല്ലെങ്കിൽ പാൻ ഡൽഹി പാർട്ടിയായി രൂപാന്തരം കൊള്ളാൻ ആം ആദ്മി പാർട്ടിക്ക് പരിമിതിയുണ്ടായി. അതിൽ ഞാൻ ആദ്യം നോട്ട് ചെയ്യുന്ന ഹണ്ണാ സാരെ പുറത്ത് പോയപ്പോഴാണ്. അതോടെ തന്നെ അതിനകത്തുള്ളൊരു ഗാന്ധിയൻ വാല്യൂ നഷ്ടപ്പെട്ടു. പിൽക്കാലത്ത് 10 വർഷം കൊണ്ട് ലൈക്ക് എനി അതർ പാർട്ടി ആം ആദ്മി പാർട്ടി ഈസ് ഓൾസോ എ കറപ്റ്റ് പാർട്ടി എന്നുള്ള ചിന്താഗതി പൊതുമണ്ഡലത്തിലുണ്ടായി. ഇത്തരം കാരണങ്ങൾ, ഈ 3 ഒബ്സർവേഷൻസാണ് എനിക്ക് താങ്കൾ പറഞ്ഞതിന് മറുപടിയായിട്ട് പറയാനുള്ളത്. യെസ് സാർ, വളരെ നന്ദി. ആ കാര്യം സാറിൻ്റെ നിലപാട് വ്യക്തമാണ്. സിബി കെ സത്യൻ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ പരാജയത്തോടെ രാജ്യത്തെ ബദൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളുടെ എല്ലാം ചിറകരിയപ്പെടും എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ടോ? മറിച്ച് ഇതൊരു സമയത്തെ തിരിച്ചടിയാണ്, അതിനപ്പുറത്തേക്ക് ഇനിയും ഇത്തരം നിലപാടുകളും നീക്കങ്ങളും ഒക്കെ രാജ്യത്ത് സമാന്തരമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം നമ്മൾ. ഇതിനെ എനിക്ക് തോന്നുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ബദൽ നീക്കങ്ങൾക്ക് പ്രസക്തി ഏതെങ്കിലും കാലത്ത് അവസാനിക്കുമെന്നുള്ളത്. കാരണം ഈ ബദലുകൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഏറ്റവും മനോഹരമായൊരു കാര്യം എന്ന് പറയുന്നത് ആം ആദ്മിയുടെ രൂപപ്പെടലിൻ്റെ പിന്നിലുള്ള ഏറ്റവും മനോഹരമായൊരു കാര്യം എന്ന് പറയുന്നത് അത്തരൊരു ബദലിന് ഇന്ത്യ പോലൊരു രാജ്യത്ത് വലിയൊരു സാധ്യതയുണ്ടെന്നും ആ ബദലിന് ജനങ്ങളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നും അതിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നും തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രസക്തിയാണ്. അതൊരു കാരണവശാലും ചരിത്രത്തിൽ നിന്ന് നിഷേധിക്കാൻ പറ്റില്ല. ചരിത്രത്തിൽ അതെല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ നാളെ എന്താകും, അല്ലെങ്കിൽ ഇനി ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ടു ഏർലി ടു ഡിസൈഡ് സച്ച് തിങ്സ്. കാരണം ആം ആദ്മി തിരിച്ചു വരാം, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ, അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ തിരിച്ചു വരാം. പക്ഷേ അത് നമ്മളിപ്പോൾ അത് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം പാരലൽ മൂവ്മെൻറ്റുകൾക്ക് ഒരു ഇന്ത്യ പോലുള്ള ഇത്രയും ഡൈവേഴ്സായ ഒരു രാജ്യത്തെ സ്വാധീനിക്കാനാകും. അതിനെ ഒരു രാഷ്ട്രീയ മുഖം കൊടുത്തിട്ട് അതിനെ പാരമ്പര്യമായ രാഷ്ട്രീയ കക്ഷികളെ ചെറുത്തു നിൽക്കാനുള്ളൊരു ശക്തിയായി മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നത്തിന് ചിറകായി മാറാൻ കഴിയും എന്നുള്ളത് ആം ആദ്മി പാർട്ടി തെളിയിച്ച കാര്യമാണ്. കഴിഞ്ഞ 12 വർഷങ്ങൾ അല്ലെങ്കിൽ 11 വർഷങ്ങൾ എന്ന് പറയുന്ന ആം ആദ്മിയുടെ അത്തരം ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അപ്പം ആ സ്വപ്നം അവസാനിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതുമാതിരിയുള്ള ഒരുപാട് മൂവ്മെൻറ്റുകൾക്ക് ബലം കൊടുക്കാനായിട്ട് ചരിത്രത്തിലിങ്ങനെ തിളങ്ങി നിൽക്കും ആം ആദ്മി. അത് ഇനി പ്രസൻറ്റിൽ തിളങ്ങി നിൽക്കും എന്നുള്ളത് വേറെ കാര്യമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ഹെഡ്ലൈൻ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ക്യാച്ച് ലൈനായ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്, എ പാർട്ടി എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ടാഗ് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനീഷ് സിസോഡിയ പരാജയപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. മനോജ് സിസോഡിയ പരാജയപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ലളിതമായ പാഠമുണ്ട്. ഏതാണ്ട് 1.5 വർഷത്തോളം ജയിലിൽ കിടന്ന ആളാണ് മനോജ് സിസോഡിയ. അപ്പം മനോജ് സിസോഡിയ ജയിലിൽ കിടന്നത് ഒരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ ഭാഗമാണ്, ഒരു രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഭാഗമാണ് എന്നൊരു നറേറ്റീവ് ഡൽഹിയിലെ ജനത അംഗീകരിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിസോദിയുടെ പരാജയം. അപ്പോൾ അതിനർത്ഥം ഞാനതിനെ ലളിതമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടി ഈ അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൽ പണം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് സിസോദിയുടെ പരാജയം. കാരണം 1.5 വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്നൊരു മനുഷ്യൻ, അയാൾ പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ ഭാഗമായിട്ടാണ് ഞാൻ അകത്ത് കിടന്നത് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് ജനം വിശ്വസിക്കുന്നില്ല. അയാൾ പരാജയപ്പെടുന്നെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ജനം ആ കഥ വിശ്വസിക്കുന്നില്ല. മറിച്ച് അയാൾ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്ക് അബദ്ധം പറ്റി എന്ന് തന്നെ ജനം വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ആം ആദ്മി പാർട്ടിയുടെ ഇനിയുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ആം ആദ്മി പാർട്ടി തിരിച്ചു വരികയാണെങ്കിൽ അത് എന്ത് മുദ്രാവാക്യത്തോടെ ആയിരിക്കും തിരിച്ചു വരിക?
കാരണം അതിന് ഈ പറഞ്ഞ ഒന്നുകിൽ അതിനൊരു പുതിയ സാറ് പറഞ്ഞത് ഗോവർണർ സാർ പറഞ്ഞതുപോലെ അതിന് പുതിയ നേതൃത്വമില്ല. അതിന് പുതിയ നേതൃത്വം വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ഡിഫറൻറ്റ് പാർട്ടിയാണ്, ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഭവം വരണം. അപ്പോൾ അത് എങ്ങനെയാണ് വരിക? കാരണം അവർ രണ്ടാം നില നേതൃത്വം ഇതുവരെ സജീവമായിട്ടില്ല പാർട്ടിയിൽ. ഇനി അതിൻ്റെ അടുത്ത ചോദ്യം, ഇനി ഇതേ നേതൃത്വത്തെ തന്നെ കൊണ്ടുവന്ന് ആം ആദ്മി പാർട്ടി തിരിച്ചു വരികയാണെങ്കിൽ അവരിനി ഉയർന്ന മുദ്രാവാക്യം എന്തായിരിക്കും? അവരിനി ഏത് വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോവുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോകുമാർ സാർ ചൂണ്ടിക്കാണിച്ച പോലെ മൃദുഹിന്ദുത്വം എന്ന് പറയുന്നൊരു ഭാഗം പറഞ്ഞു. ഈ മൃദുഹിന്ദുത്വത്തിൽ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം നിലവിലെ ഇന്ത്യയിലെ അവസ്ഥയിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുത്വത്തിനെതിരെ ഒരു നിലപാടെടുത്ത് വിജയിക്കുക സാധ്യമല്ല. ഒരുപക്ഷെ ഡൽഹിയിലെ കലാപം നടന്നപ്പോൾ പോലും നിരപരാധികളായ ന്യൂനപക്ഷക്കാർ കൊല്ലപ്പെട്ടപ്പോൾ പോലും ആം ആദ്മി പാർട്ടി ഒരുതരം തന്ത്രപരമായ നിശബ്ദത പാലിച്ചത് ഈ പറഞ്ഞ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ ആലോചിച്ച് തന്നെയായിരിക്കണം. കാരണം അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ആ ഒരു കലാപം ഉണ്ടാക്കപ്പെട്ടത് തന്നെ ആം ആദ്മി പാർട്ടിയെ ഒതുക്കാനും അതിനകത്തൊരു നിലപാടെടുത്തിട്ട് അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യാനും കൂടിയായിരുന്നു എന്ന തരത്തിലുള്ള ബ്രോഡായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യുന്നൊരു തന്ത്രമാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തെടുത്തത്. പുള്ളി തന്ത്രപരമായ നിശബ്ദത പാലിച്ചു. അത്രയും വലിയൊരു കലാപം ഡൽഹിയിലെ തെരുവുകളെ കത്തിക്കുമ്പോൾ പുള്ളി തന്ത്രപരമായൊരു നിശബ്ദത പാലിച്ച് മാറിയിരുന്നു. കാരണം ഈ ഭൂരിപക്ഷ ഇലക്ടറേറ്റിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട്. അതോടൊപ്പം തന്നെ BJP രാമമന്ത്രവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിനുള്ള ബദലായിട്ട് ഹനുമാൻ ചാലിസയുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഭയങ്കര രസകരമായി ഞാൻ കാണുന്ന ഒരു പോയിന്റ്, ഈ ഹനുമാൻ ചാലിസയുമായിട്ട് കേജ്രിവാൾ രംഗത്ത് വരുമ്പോൾ അതിനുശേഷം നടത്തിയ BJPയുടെ അടുത്ത റൗണ്ട് ഓഫ് ഹിന്ദുത്വ പ്രചരണത്തിൽ ഹനുമാൻ ചാലിസ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ്. കാരണം കേജ്രിവാളിൻ്റെ ആ നീക്കത്തെ BJP എങ്ങനെയാണ് ഭയന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് അടുത്ത റൗണ്ടിൽ സ്വന്തമാക്കിക്കൊണ്ടുള്ള BJPയുടെ മുന്നേറ്റം. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുന്നത് ടാക്ടിക്കൽ സൈഡിൽ, ഒരു സ്ട്രാറ്റജി സൈഡിൽ അരവിന്ദ് കെജ്രിവാൾ വളരെ ഗംഭീരമായിട്ട് BJPയെ വെട്ടിത്തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പിഴവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായൊരു പ്രത്യയശാസ്ത്ര പിൻബലം ആ പാർട്ടിക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു വലിയ പാളിച്ചയാണ്.